ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ ഈശ്വരൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ആമീൻ ആമീൻ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിൽ ഇത് സംഭവിക്കട്ടെ. എന്നിലും എൻ്റെ കുടുംബത്തിലും ഇത് സംഭവിക്കട്ടെ. നമ്മളൊരാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് നമുക്കും അനുഗ്രഹമാകും, നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമാകും കേട്ടോ. അതങ്ങനെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മളെപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ആ വചനം ഏറ്റെടുത്തേ പിന്നെ എനിക്ക് ജീവിതത്തിൽ അതൊരു വലിയ മഹാത്ഭുതമായേ. എന്നൊരു വചനം വായിക്കണത് യെശയ്യാ 49:25. ദൈവം നമ്മളോട് പറയുക, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും. ഭൂമിയിലാകുമ്പോൾ നമുക്കളോട് ശത്രുത കാണും, നമ്മളെ ഉപദ്രവിക്കുന്നവരും എല്ലാം കാണും. പക്ഷെ ദൈവം പറയാം, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ ദുഷ്ടശക്തികളിൽ നിന്ന് ദൈവം പറയാം, ഞാൻ നിൻ്റെ മക്കളെ രക്ഷിച്ചോളാം, ഞാൻ നിന്നോട് പോരാടിക്കോളാന്ന്. അത് ഏത് ദൈവമാണ്? യെശയ്യാ 51:8 പറയാം, എൻ്റെ നീതി ശാശ്വതമായി. ദൈവം പറയണത്, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവം വാക്ക് പറഞ്ഞാൽ മാറില്ല. നമ്മൾ വാക്ക് പറഞ്ഞാൽ മാറും. നമ്മുടെ സ്വഭാവം നിങ്ങൾ തന്നെ നോക്കിയേ. അപ്പൻ്റെ അമ്മയുടെ വരെ സ്വഭാവം ഇപ്പം പറഞ്ഞത് പിന്നീട് വാക്ക് മാറ്റി പറയും. നമ്മൾ വാക്ക് മാറ്റി പറയാറില്ലേ? നമ്മൾ സമയവും കാലവും സാഹചര്യവും നോക്കി നമ്മൾ കാല് മാറും. എൻ്റെ നീതി ശാശ്വതമായി, എൻ്റെ രക്ഷ തലമുറയായിരിക്കും. ആമേൻ. അപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ വിശ്വസ്തൻ. അപ്പോൾ ദൈവം അത് സാക്ഷീകരിച്ച് തരികയും ചെയ്യും. അപ്പം നമ്മുടെ മക്കളെയൊക്കെ കാത്തു പരിപാലിക്കാമെന്ന് പറഞ്ഞാൽ കാത്തു പരിപാലിക്കുന്നവനാണ് യേശപ്പൻ. അപ്പം യേശമ്പരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ ആട്ടോ. ആദ്യം തന്നെ മൊഡാൽ. ഇപ്പം മൊഡാലിന് എല്ലാവരും മൊഡാൽ ചോദിച്ചോണ്ടാണ് വന്നത്. ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ലൈനിങ് ഇട്ട് തയ്ച്ചോ, അത്രയും വില കൂടിയതല്ല, അവനവൻ്റെ ഇഷ്ടം. ഇപ്പോൾ ഒത്തിരി പേർക്ക് ലൈനിങ് ഇടാണ്ട് തയ്ക്കുന്നത് ഇഷ്ടം. 3999 അല്ലേ? 3000 തന്നെയാ പറഞ്ഞത്. അയ്യടി, ഞാനോർത്ത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയത്. 3999. ഞാൻ പെട്ടെന്ന് ഓർത്തു ഞാൻ പറഞ്ഞ എല്ലാം തെറ്റിപ്പോയത്. സ്ട്രൈസിൻ്റെ പല ഡിസൈനാട്ടോ ഇത്തവണ. എല്ലാത്തിൽ നിന്നും കുറച്ച് പറക്കി പല ഡിസൈനുകളാണ് വെച്ചേക്കണേ. ഒരേ പാറ്റേൺ എടുത്തില്ല, അപ്പോൾ ഒത്തിരി കെട്ടെടുക്കണം എല്ലാ ഡിസൈനോടെ കൂടി. അപ്പം ഇത്രയും പ്രീമിയം വില കൂടിയ സെറ്റുകളല്ലേ, അപ്പോൾ ഞാൻ പല ഡിസൈനുകൾ വെച്ചു. നല്ലതാട്ടോ, ഭയങ്കര മൂവിങ്ങാണ്. വില കൂടിയത് ഇത്രയും മൂവ് ചെയ്യുന്ന ഒരു സെറ്റ് മൊഡാലാന്ന് എനിക്ക് തോന്നണേ. പ്രീമിയം സെറ്റിലേ നല്ല സുഖം കേട്ടോ. ഇതിനൊക്കെ ഇടുമ്പോൾ തന്നെ ഒരു കൂളിങ് AC-യിലിരിക്കണ പോലെ നല്ല സുഖം. മൊഡാൽ സിൽക്ക് 4000-ന് 1 രൂപ കുറവുള്ളൂ. എല്ലാം മൊഡാലാണ്. ഒരെണ്ണം തന്നെ ചോദിക്കരുത് കേട്ടോ. ഇഷ്ടമുള്ളവന് ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം ചോദിച്ചുകൊണ്ടിരുന്നോ. ഏതാണ് കിട്ടണമെന്ന് അറിയാൻ പാടില്ല. കാരണം എല്ലാം ഓരോന്നൊക്കെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അജ്രക് പ്രിൻ്റ് സ്പൈസ് ടോപ്പും അജ്രക് പ്രിൻ്റ് ഷോളും പാൻറ്റും നല്ല സെറ്റുകളല്ലേ. പെട്ടെന്ന് എടുത്തോ, ഇല്ലാത്ത കളേഴ്സും ഒക്കെ എടുത്തു. ഞാനങ്ങനെ പല കളറുകൾ പല ഡിസൈനിൽ പറക്കി എടുത്തതാണ്. ഇതിൻ്റെ പാൻറ്റ് മറ്റേത് മൊഡാൽ പാൻറ്റാണ്. ഇതിൻ്റെ പാൻറ്റിന് എന്തോ പ്രത്യേകത, ഇച്ചിരി കോട്ടൺ കൂടിയ പാൻറ്റാണ്. അടിപൊളി പ്രിൻ്റാട്ടോ. ഈ എന്ത് പനിയ. 3999. ഇത് ഇവിടെ അജ്രക് പ്രിൻ്റ് ഷോളിങ്ങനെ രണ്ടും വ്യത്യസ്തമായ അജ്രക് പ്രിൻ്റുകളാണ്. മെറൂൺ, അതിൻ്റെ കോട്ടൺ സിൽക്ക് സ്ലബ് കോട്ടൻ്റെ ബോട്ടാട്ടോ.
ഇതൊരു തളുതളു എന്നുള്ള മെറ്റീരിയലാണ്. എല്ലാം പ്യുവർ മൊഡാൽ സിൽക്കിൻ്റെ കോട്ട അല്ലെന്ന് തോന്നുന്നു. എല്ലാത്തിനും പല പല മെറ്റീരിയലാണ്. ഒരു തളുതളു എന്നുള്ള എന്ത് മെറ്റീരിയലാണെന്ന് അറിയാൻ പാടില്ല. നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ്. എന്നായാലും സൂപ്പറാണ്. പെട്ടെന്ന് എടുത്തോട്ടോ. ഇനി വന്നത് ദേ സൂപ്പർ ഒരു പ്രീമിയം സെറ്റ് തന്നെയാണ്. ദേ നല്ല ഒറിജിനൽ ഗ്ലാസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഫുൾക്കാരി കോട്ടണിൽ ദേ ഫ്രണ്ടും ബാക്കും ഇതാണ്. നല്ല രസമുള്ള ഷോള്. ഈ കച്ചുകോട്ടയാട്ടോ, ഫുൾക്കാരി അല്ല കേട്ടോ. കച്ചുകോട്ടയുടെ സാരി ഇറക്കിയിട്ട് വലിയ ഡിമാൻഡല്ലായിരുന്നോ കോട്ട്. 1990. കച്ചുകോട്ട എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോട്ടയിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫുൾക്കാരി കോട്ടൺ. അതിൻ്റെ കുറഞ്ഞത് അച്ചര് സിന്തറ്റിക് മിസ്സിങ്ങാണ്. ഇത് പ്യുവർ കോട്ട വരും. 1990. ഫോട്ടോ എടുത്തില്ലേ? നല്ല കേട്ടോ. ഫങ്ഷൻ വെയറും ക്യാഷ്വൽ വെയറും ആയിട്ട് യൂസ് ചെയ്യാം. 1990. നല്ല സെറ്റാണ്. ഒറിജിനൽ മിറർ വർക്കും ആട്ടോ. ഒറിജിനൽ മിറർ അല്ലേ. സോഫ്റ്റ് സിൽക്ക് ബോട്ടും. 1990 ആണ്. നല്ല സെറ്റുകളാണ്. അടിപൊളി സെറ്റാണ്. 1990 അല്ലേ. അടിപൊളി സെറ്റാട്ടോ. അടിപൊളി സെറ്റ്. ഇനി ടിഷ്യൂവിൻ്റെ പ്യുവർ ടിഷ്യൂവിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോളും അടിപൊളിയാട്ടോ. 1899. ഇപ്പോൾ ഓണത്തിന് തന്നെയല്ല, പല പല ഫങ്ഷന് ഇത് യൂസ് ചെയ്യാം. കേരള സെറ്റ് അല്ലല്ലോ. ഇപ്പോൾ പണ്ട് കേരള സെറ്റും കേരള സാരിയും ഓണത്തിനായിരുന്നോ? നമ്മുടെ പുതുവസ്ത്രം അല്ലായിരുന്നോ അല്ലേ? ഞാൻ എവിടെ പോകുമ്പോഴും എപ്പോഴും എന്നെ കേരള സാരി കൊടുത്തയാളാണ്. എനിക്കിപ്പോൾ കേരള സാരിയുടെ ഒരു എപ്പോഴും അധികം സാരിയൊന്നുമില്ല, കേരള സാരി കൊടുക്കലായിരുന്നു മെയിൻ. ഇത് കണ്ടോ, ക്രിസ്പി സിൽക്കാട്ടോ. നല്ല വില കൂടിയ മെറ്റീരിയലാട്ടോ. അതെ ടിഷ്യൂ, അതിനെ ക്രിസ്പി ആയിട്ട് പോട്ടെ, ടിഷ്യൂ എന്ന് പറയാം. ടിഷ്യൂ സിൽക്കാട്ടോ. ഇപ്പോൾ പണ്ടത്തെ ടിഷ്യൂ അല്ല കേട്ടോ. ടിഷ്യൂ സിൽക്ക് നമ്മൾ റണ്ണിങ്ങിൽ മീറ്ററിന് 299, 399 ഒക്കെ കാണിക്കണല്ലേ. ഇതിൻ്റെ ബേജ് കളർ നമ്മൾ കാണിച്ചത് 399 അതിൻ്റെ ഡയബിൾ കളറാണ്. ഇത് ഡൈ ചെയ്തേക്കണം. അതിൻ്റെ ഷോളാട്ടോ ഏറ്റവും ഗ്രാൻഡ്. ടിഷ്യൂവിൽ ഫ്ലോറൽ പ്രിൻ്റ്. ഇത് ഭംഗിയ. വലിയ വിലയില്ല കേട്ടോ. 1590 ഉള്ളൂ കേട്ടോ. അടിപൊളിയാട്ടോ. ഇതൊക്കെ അധികം ഇല്ല കേട്ടോ. സാമ്പിൾ വന്നതാണ്, അതുകൊണ്ട് ഇതിൻ്റെ 2 ഡിസൈൻ എടുത്തു. ഇതിന് ഇവിടെ ഒരു ഡിസൈൻ പോലെയാണോ? ഇതിലൊരു സെൽഫ് പ്രിന്റ് പോലെ ആട്ടോ. പീച്ച് ഒരു ആശം പോലെ പ്രിന്റ് ആട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ണടയില്ലാത്തതാണ് നോക്കിയപ്പോൾ. ദുപ്പട്ടയുടെ സൈഡൊക്കെ ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് 2 വശവും. അടിപൊളി. എന്നാ കനമൊന്നുമില്ലാണ്ട്. ഈ ദുപ്പട്ട തന്നെ നല്ലൊരു വില കൊടുക്കണം. ഒരു 1500 കൊടുക്കേണ്ട ഒരു ദുപ്പട്ടയ്ക്ക്. ഇങ്ങനത്തെ ദുപ്പട്ട ഈ സിൽക്ക് കോട്ടയുടെ ദുപ്പട്ടയ്ക്ക് ഞാൻ 1500 മേടിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ടിഷ്യൂ മെറ്റീരിയലാണ് സിൽക്കിൽ. നല്ല സൂപ്പർ മെറ്റീരിയൽ എന്നായാലും. നല്ല കളർ ചാർട്ടുമാണ്. പെട്ടെന്ന് തീരുകയും ചെയ്യും. ഏതെങ്കിലും കിട്ടുമോയെന്നൊക്കെ നോക്കാം. സാമ്പിൾ വന്നേക്കണെയാണ്. ഇനി ഓർഡർ ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പം നിലവിലില്ല. ഉള്ളതെല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കാണിക്കണം. എല്ലാം വെറൈറ്റി കുറേശ്ശെ പറക്കി എടുക്കണം ചുരിദാർ സെറ്റുകളാട്ടോ. നിങ്ങൾക്ക് റീസ്റ്റോക്ക് വേണ്ടത് പറഞ്ഞാൽ മതി. കിട്ടിയാൽ കിട്ടിയെന്നേ ഉള്ളൂ. വരുമ്പോഴത്തേനും ഒത്തിരി സമയം എടുക്കും. ആദ്യം അവർ സാമ്പിളൊക്കെ അയക്കും. അന്നേരം
1599 1590 ഉള്ളൂ. ഗ്രീൻ നല്ല കളേഴ്സാട്ടോ എല്ലാം. ലൈലാക്ക് ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ലതാട്ടോ. ചില കളറാണ് വീഡിയോയിൽ മഞ്ഞ, പീച്ച് ഇതൊക്കെ ആട്ടോ ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ. ഇതൊക്കെ സൂപ്പർ ലൈലാക്കിൻ്റെ കളേഴ്സാണ്. ടിഷ്യൂ മെറ്റീരിയൽ, ടിഷ്യൂ കാഞ്ചീപുരത്തിന് ഇപ്പോൾ 25,000-ൻ്റെ മേളിലല്ലേ. അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒറിജിനലും ഇതുമൊക്കെ കണ്ടാൽ തിരിച്ചറിയില്ലാത്ത കാരണം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം 13,500-ൻ്റെ ക്രഷ്ഡ് ഒറിജിനൽ സിൽക്ക് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് 2-3 എടുത്തുകൊണ്ട് വരും ഫങ്ഷനാണെന്ന് പറഞ്ഞു. ആ ക്രഷ്ഡ് സാരി എല്ലാം അതിൻ്റെ ഒറിജിനലിന് ഭയങ്കര വിലയായിട്ട് എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് വരും. ക്രഷ്ഡ് ആകുമ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. കണ്ടോ, ഭയങ്കര സംഭവമാണ്, നല്ലതാണ്. ഇനിയുണ്ട് ഒരു കളർ കൂടെ, എല്ലാം ഡിഫറെൻ്റ് ആട്ടോ. പൂക്കളും ഡിസൈനും ഒക്കെ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇങ്ങനെ സാമ്പിൾ വന്നതാണ്. 1590 ഉള്ളൂ, പെട്ടെന്ന് എടുത്തോ. നിങ്ങൾക്ക് എന്നും ഓണസദ്യ ഒരുക്കുന്നുണ്ട്. അടിപൊളി ചുരിദാറുകളുടെ അടിപൊളി ചുരിദാറിൻ്റെ ഓണസദ്യ ഒരുക്കണം. പെട്ടെന്ന് എടുത്തോ. നിങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരിക്കലും ഒരു കടയിൽ പോയി ഒന്നും എടുക്കാൻ പറ്റൂല. ഞാൻ അഹങ്കാരം കൊണ്ട് പറയണതല്ല. എനിക്ക് തന്നെ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ എനിക്ക് വട്ട് പിടിച്ചു തുടങ്ങി. എൻ്റെ കൂടെ ഒരു മനുഷ്യൻ തുണി എടുക്കാൻ വരില്ല. എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഈ കടയിൽ നിന്ന് എടുത്താൽ പോരെയെന്ന് ചോദിക്കും. അല്ല വല്ല ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ, അല്ലാത്ത ഈ കടയിൽ നിന്നല്ലാണ്ട് ഞാൻ ഒരു ഡ്രസ്സ് എടുക്കൂല. പിന്നെ എവിടെയെങ്കിലും കയറുമ്പോൾ എന്തെങ്കിലും എടുക്കേണ്ടവർ എന്നെ എല്ലാവരും തിരിച്ചറിയും. അത് കാരണം ഇത് കണ്ടോ, കോട്ടയിൽ ദാമനിൽ ഇങ്ങനെ നല്ല വർക്ക്, ഹെവി വർക്ക്, ഉള്ളിൽ ഇതിനും ഭയങ്കര ഡിമാൻഡായിരിക്കും. ഭയങ്കര വെറൈറ്റി ഷോളും ഒക്കെ ആട്ടോ. അടിപൊളി ഷോളും ഇത് കണ്ടോ, ഇതും അടിപൊളിയായിരിക്കും. ഒന്നും ഒത്തിരി കിട്ടിയില്ല. ഞാനിത് കണ്ടത് ഇച്ചിരി താമസം. എല്ലാം ഓൺലൈനിലാണല്ലോ. ഒരു പടം ഇട്ട ഉടനെ എന്നെ അറിയിച്ചില്ല, ഞാൻ കണ്ടില്ല. അത്രയേ ഉള്ളൂ അബദ്ധം. 1599 ആണ്. കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ലതാണ്. വൈറ്റിൽ ഈ പിങ്ക്, ലൈലാക്ക്, ഇതിൻ്റെ ബോട്ടം ഈ ക്രീമാട്ടോ. ബോട്ടം അതോ ലൈനിങ് ഒന്നുമല്ലോ, ബോട്ടം ഈ ക്രീമാ അല്ലേ. ബോട്ടം അവർ ക്രീമ കൊടുത്തേക്കണം അല്ലേ. ബോട്ടം എല്ലാത്തിനും ക്രീമല്ലേ. ഇതൊരു ഓഫ് വൈറ്റ്, അതിനെ ബോട്ടം ക്രീം കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ വേണമെങ്കിൽ ഈ ഒരു ഓഫ് വൈറ്റ് ലൈനിങ് ഇട്ടാലും മതി അല്ലേ. ആ, അല്ലെങ്കിൽ ഈ കളർ ബോട്ടം എടുത്താൽ മതി. അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷോള് ബോട്ടം എല്ലാവർക്കും കാണുമല്ലോ. ഇതിങ്ങനെ ഓഫ് വൈറ്റ് കളർ അല്ല, ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ ഏതാണ്ട് ക്രീം പോലെ ആട്ടോ. ആ, ഞാനൊരു ലെയർ എടുത്തിട്ട് അതേ സെയിമാ ബോട്ടം. സോറി കേട്ടോ, അത് ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റാണ്. ഇങ്ങനെ എൻ്റെ മേത്തേട്ട് വെച്ചിട്ട് ഞാൻ താഴത്തേട്ട് നോക്കിയപ്പോൾ ഇതിന് കളർ വ്യത്യാസം. ഓഫ് വൈറ്റിലാട്ടോ ഇത് വന്നേക്കണേ. അപ്പോൾ ബോട്ടവും സെയിമാ, ഒന്നിച്ച് പിടിച്ച് ഈ കളർ ലൈനിങ് ഇട്ടാൽ മതി. സൂപ്പർ സംഭവം. എത്രയാണ് റേറ്റ്? 1590 ഉള്ളൂ. 99. ഭയങ്കര സോഫ്റ്റ് കോട്ടയുടെ സംഭവം ആട്ടോ. നല്ല ഗ്രാൻഡ് സെറ്റാണ്. ഏതെങ്കിലുമൊക്കെ കളർ കിട്ടുമായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ തിരിച്ച് പിടിക്കണോ, ദാമനിൽ ഈ വർക്ക് ഇങ്ങനെ തിരിച്ച് പിടിക്കണോ, വർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ പിടിക്കണോ? ഇങ്ങനെ പിടിച്ചേക്കാം. ഇത് താഴെ തന്നെ ആട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെല്ലാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും തയ്ക്കാം. കഴുത്തിൻ്റെ ഇവിടെ ഇച്ചിരി വെട്ടി പോകുന്നുള്ളൂ. 1590 അല്ലേ. 1599. ഇതൊരു കാര്യമാണ്. ഒന്നില്ലേ 90 അല്ലെ 99 മൊത്തം പ്രശ്നമാണ്. നല്ല സെറ്റ് കേട്ടോ. കനോ ഇല്ല. ഷോളൊക്കെ എന്ത് ഗ്രാൻഡാ. നിങ്ങൾക്ക് ഉത്കണ്ഠയല്ലേ അടുത്ത് തന്നെ കാണിക്കാൻ പോണേന്ന്. അടിപൊളി. അടുത്തതൊക്കെ വന്നത് ഫുള്ള് സൂപ്പർ സെറ്റുകളാണ്. നിങ്ങൾക്ക് നമ്മുടെ ചുരിദാർ സെറ്റ് കേരളത്തിൽ ഒരു കടക്കാർക്ക് ഇതുപോലെ യേശുവിൻ്റെ കൃപയെ കിട്ടാറില്ല. നമുക്കടെ മഹാഭാഗ്യം കൊണ്ട് യേശുമ്പരാൻ പലരെ കൊണ്ട് നമുക്കുള്ള സെറ്റ് തരികണേ. ഇതിനെ പോട്ടോ.
ഈ വീഡിയോ പിടിക്കാൻ ഈ കാണാവുന്ന സെറ്റ് വെറൈറ്റി വേണ്ടേ? എല്ലാവരും ഒന്നും രണ്ടും പീസ് വെച്ച് കാണിക്കുമ്പോൾ നമ്മൾ മാത്രം ഓണസദ്യ 10 കൂട്ടോ ഊണ് ഒരുക്കണുള്ളൂ. ഊണ് എൻ്റെ വചനം, പിന്നെ കറികൾ. ഇതൊരു ലിനൻ്റെ സെറ്റാട്ടോ, നല്ല സെറ്റ്. ലിനൻ്റെ നല്ല പ്യുവർ കോട്ടൺ ലിനൻ ബോട്ടാങ്കിത്. ഇതിങ്ങനെ നല്ല ഷോള്, നല്ല കോട്ടൺ പ്രേമിയൊക്കെ ലിനൻ സെറ്റ് സൂപ്പറാണ്. 1399. നല്ലതാട്ടോ. ഇതൊന്നും ഫാഷൻ പോകില്ല കേട്ടോ. ബോട്ടിക് സെറ്റുകളാണ്. കാലങ്ങളായിട്ട് ഈ ഫാഷൻ ഇങ്ങനെ ഈ പ്രിൻ്റുകളൊക്കെ ഉണ്ട്. ബോട്ടം കാണിച്ചു. 1399. ഇതിൻ്റെ ബോട്ടം ഇതാട്ടോ. ബോട്ടം കണ്ടല്ലോ അല്ലേ? $1399. ഷോളിൻ്റെ നീളം ഒന്ന് നോക്കിയേക്കട്ടെ. നീളമുണ്ടല്ലേ? എൻ്റെ കൈക്ക് ഭയങ്കര നീളമാണ്. ഞാൻ കടയിരുന്ന നീളമാണ്. ഇതാണ് 1 മീറ്റർ. ഓ, ഇഷ്ടം പോലെയാണ്. നല്ല നീളമുണ്ട്. സാധാ ഷോള് ഇങ്ങനെ കാലം നീളമുണ്ട്. 2 വശം ബോർഡർ കണ്ടപ്പോൾ എനിക്കൊരു നീളം സംശയം. എന്നായാലും നീളം ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നും എല്ലാം ഓൺലൈനിൽ തന്നെയല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ വീഡിയോ ഇടുമ്പോഴാണ് പൊട്ടിക്കണമുള്ളൂ. അവർ വിടത്തിയിട്ടൊരു ഷോളും വിടത്തിയിട്ടൊരു ഫോട്ടോ അയക്കുകയല്ലേ ഉള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എല്ലാം ഓൺലൈനിൽ എടുക്കണം. ഇതേ ബോട്ടത്തിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ കേട്ടോ. 1399. നല്ല സെറ്റാണ്. ഇതിന് നല്ല കൂളിംഗ് ഉണ്ട്. കോട്ടൺ ഇടുന്നവർക്ക് ഇനി എന്നും കുന്നും ഫാഷനാവും. ഈ ഫാഷൻ ഓടി ഓടി മാറണ അങ്ങനെയൊന്നും നമ്മുടെ ചുരിദാർ സെറ്റ് മാറില്ല കേട്ടോ. ഇതിൻ്റെ വിലയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. പക്ഷെ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചത് ഷോളിൻ്റെ തുണിയെല്ലാം ഡിഫറെൻ്റ് ആട്ടോ. അതേ ഒച്ചായൽ വേറെ ആൾക്കാർ വേറെ പെട്ടെന്ന് ഉണ്ടാക്കണതാണ്. നെക്കിൽ ഈ വർക്ക് വിത്ത് ലൈനിങ്, ബാക്ക് പ്ലെയിന്, ടോപ്പ് ദേ ഇങ്ങനെ. ലെങ്തൊക്കെ ഒരു 47 കിട്ടും അല്ലേ? 46, 47 എന്നായാലും കിട്ടും. താഴെ വരെ ഇല്ല. എൻ്റെ കാല് കാണാവോ? കുഴപ്പമില്ല, കിട്ടില്ലേ? 46 എന്നായാലും കിട്ടും. ഷോള് ദേ മിറർ വർക്കിൻ്റെ കാശ്മീരി വർക്ക്. 1299 ഉള്ളൂ. നിങ്ങൾ ബോധം കിടരുത്. ഇത്രയും വിലയാണ് ഉള്ളൂ. ഇത് 1299. ഇത് വേറെ വർക്ക് നെക്കിൽ. കണ്ടല്ലോ അല്ലേ വർക്കൊക്കെ? 1299. ഇനിയൊരു അതിമനോഹരമായ സെറ്റാണ് ഇത്. ക്രഷ്ഡ് ക്രിസ്പി സിൽക്ക് എന്നാണ് അവർ പറഞ്ഞത്. ക്രഷ്ഡ്. ഇതേ ഇതെന്ത് മെറ്റീരിയലാണെന്ന് പോലും അറിയാൻ പറ്റില്ല നമുക്ക്. ഭയങ്കര എന്തായാലും ഒത്തിരി സൂപ്പർ മെറ്റീരിയലാണ്. ഇതേ കണ്ടോ? ക്രഷ്ഡ് ക്രിസ്പി എന്നൊക്കെയാണ് പറഞ്ഞത്. ക്രിസ്പി സിൽക്ക് ക്രഷ്ഡ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഇതിൻ്റെ പുറകുവശം ഇങ്ങനെയാണ്. ക്രഷ്ഡാണ് ഇത്. ഇങ്ങനെയാണ്. ജോർജറ്റ് അല്ല, വിസ്കോസ് ജോർജറ്റിൻ്റെ മോച്ചായുണ്ട്. പക്ഷെ വിസ്കോസ് ജോർജറ്റും അല്ല. ഷോള് പ്ലെയിൻ ആട്ടോ. ഷോള് പ്ലെയിനാ.
വിത്ത് ലൈനിങ്ങും ബോട്ടോടെ 1499. ടോപ്പിൻ്റെ തുണി ഒത്തിരി നല്ല സൂപ്പർ ഒരു അസറ്റാട്ടോ, ഒത്തിരി വിലയുടെ സംഭവമാണ്. ബാക്ക് പ്ലെയിൻ ആട്ടോ, ഫ്രണ്ടിൽ ഈ വർക്കും ഈ മെറ്റീരിയൽ. ഒറിജിനൽ ക്രേപ്പല്ല, അതിൽ എഴുതി വന്നേക്കണ ക്രഷ്ഡ് ക്രിസ്പി സിൽക്ക് എന്നൊക്കെയാണ്. ക്രഷ്ഡ് മെറ്റീരിയലിന് ഇപ്പം മൊത്തം ഡിമാൻഡാണല്ലോ. വിത്ത് ലൈനിങ് 1499 ഉള്ളൂ. നല്ല കളർ കോമ്പിനേഷനുകളാണ്. ലൈനിങ് ഇതൊക്കെ തീച്ചു കൊടുത്ത് തേക്കരുതെന്ന്, ലൈനിങ്ങും ബോട്ടും ഒക്കെ. അത് ഒരു തുണിയും തീച്ചു കൊടുത്ത് തേക്കരുത് കേട്ടോ. ഇപ്പം ആരും ഇങ്ങനെ തീച്ചു കൊടുത്ത് തേച്ച് കത്തിക്കണില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു തോന്നണം. ആദ്യകാലത്ത് എല്ലാം കത്തിച്ചുകൊണ്ട് വരാമെന്നോ. ഇപ്പം അങ്ങനെ കംപ്ലൈൻറ്റ് വന്നില്ലോ. ഞാൻ അയ്യോ കഴുകണേനെ പറ്റി എല്ലാവരും ചോദിക്കുമായിരുന്നു, ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകണേനെ പറ്റി എന്നെ ഇങ്ങനെ പറയണേന്ന്. അപ്പോൾ എല്ലാവരും വാഷിംഗ് മെഷീനിലുണ്ടെങ്കിലും തുണി കഴുകണത് വീട്ടിലിടുന്ന ഡ്രസ്സ് പുറത്തിടുന്നത് എല്ലാവരും പോയി ഷാമ്പു കഴുകി ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ ഇപ്പം മിക്ക ഡ്രസ്സും ഡൈ ചെയ്തല്ലേ വന്നെ. ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ ഡൈ ചെയ്ത് ചുരിദാർ ഇട്ടുകൊണ്ട് പോയി. എന്ത് രസമായിരുന്നു, ഒരു നീല ചുരിദാർ ഇട്ടില്ലേ. എന്നിട്ട് ഞാൻ ഓട്ടോറിക്ഷ കയറിയില്ല, മഴ പെയ്തപ്പോൾ സൈഡിൽ ഇതേ വട്ടത്തിൽ ഇങ്ങനെ ഏതാണ്ട് ഇതേ ഇങ്ങനെ ഇരിക്കുക. ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കണം. അത്രയാണ് ഡൈയിങ്ങിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ വെള്ളം ചാടുമ്പോൾ കളർ ഇങ്ങനെ അതിലേലും പിടിച്ചിരിക്കും. അതാണ് ഇങ്ങനെ ഡ്രയറിലിട്ടെടുക്കണം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എങ്ങനെ കഴിയാലും വേണ്ടില്ല, ഡ്രയറിലിട്ടെടുക്കണം വാഷിംഗ് മെഷീനിൽ. ഇതേ പീച്ച് കളറേ കോട്ടയം. അയ്യോ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. രേവതി ഇതേ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില കാരണം കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നവംബർ ഒക്കെ ആകുമ്പോഴത്തേനും ഒത്തിരി ഗ്രാമിന് 7000 ഒക്കെ ആവുമെന്ന് പറയണു കേട്ടോ. ആയില്ലെങ്കിൽ തന്നെ ഒന്നും പറയണ്ട, ആയാലും നീ വേഗം സ്വർണം മേടിച്ചോ. പെട്ടെന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറുക. നമുക്ക് പുതിയ പുതിയ വെറൈറ്റി കിട്ടും. ലൈറ്റ് വെയ്റ്റിൻ്റെ ഒക്കെ പുതിയ വെറൈറ്റി. ചെയിനൊക്കെ നല്ലത് നോക്കിയെടുക്കണത്. പിന്നെ വളയൊക്കെ എൻ്റെ അഭിപ്രായം 2 ഗ്രാമിൻ്റെയൊക്കെ 916ൻ്റെ പൊന്തം വളയൊക്കെ വല്ല സമ്മാനം കൊടുക്കാനൊക്കെ എടുത്താൽ മതി. ഇടുമ്പിയൊക്കെ അല്ല, സ്ഥിരം ഇടാൻ കൊള്ളില്ലെന്നുള്ളൂ, വല്ലപ്പോഴും ഇട്ടാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 18 ക്യാരറ്റ് എടുത്തോ. 18 ക്യാരറ്റ് സ്വർണം തന്നെയാട്ടോ, നല്ല സ്വർണ്ണങ്ങളാണ്. പിന്നെ നമുക്ക് അതിമനോഹരമായ 2 സ്കീമുണ്ട്. അതിൻ്റെ കാര്യം അറിയണേ 9447575564 എൻ്റെ നമ്പറിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എൻക്വയറി നമ്പറിൽ നിങ്ങൾ ചുമ്മാ കാണുന്ന വീഡിയോസൊക്കെ. അപ്പോൾ സ്വർണ്ണത്തിനെ പറ്റി നമുക്കൊരു വെളിവുണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ മേടിക്കാൻ തോന്നും. സ്വർണം മേടിച്ച് ആരും നശിക്കില്ല, ഒരു സമ്പത്തായിട്ട് ഇരുന്നോളും, ഇടുകയും ചെയ്യും. പീച്ച് കളറേ വീഡിയോസ് കാണുമ്പോൾ, ഇപ്പോൾ തുണിയുടെ വീഡിയോ കാണുമ്പോൾ അല്ലേ നമുക്ക് മേടിക്കാൻ തോന്നണേ. അപ്പോൾ അത് മേടിച്ചാൽ അങ്ങനെ സ്വർണ്ണത്തിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ചുമ്മാ കാണുക. ഒരു നിക്ഷേപം ഇരിക്കട്ടെ. മക്കളെ കെട്ടിക്കാൻ ചിലർ ആമക്കളുള്ളവർ പറയും എനിക്കെന്തിനാ സ്വർണം. ആമക്കളുള്ളവർക്ക് എന്തിനാ സ്വർണം മക്കൾക്ക് കൊടുക്കാൻ മാത്രമാണോ? ആമക്കൾ കെട്ടിക്കൊണ്ടുവന്നപ്പം മക്കൾക്ക് കൊടുത്താൽ തന്നെ കുഴപ്പം. എനിക്ക് സ്വർണ്ണമുള്ളത് തന്നെ ഞാൻ ചെയ്യണേ. എൻ്റെ കെട്ടിക്കൊണ്ട് വന്ന പെൺപിള്ളേർക്ക് കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ പേരക്കിടാൻ കൊടുക്കാം. അതൊരു അല്ല, എനിക്ക് ആവശ്യം വന്നാൽ വിറ്റ് കാശ് മേടിച്ചിട്ട് ടൂർ പോകാൻ പാടില്ലേ. വിലയൊക്കെ കൂടുമ്പോൾ എന്ത് വേണേലും ചെയ്യാമല്ലോ. ലൈലാക്കി കളറ് സൂപ്പറായിട്ട് ഇതിൻ്റെ കളർ കോമ്പിനേഷനുകളെല്ലാം. സമയം എത്രേ? 23 ആയുള്ളൂ. ഓണസദ്യ തീർന്നിട്ടില്ല കേട്ടോ. ഇത് കണ്ട കോട്ടയിലെ യോക്കില് വർക്ക്, അടിപൊളി ഫുൾ വർക്കുള്ള ഷോളും ആട്ടോ. 999. ഇത് കഴുകുവും വർക്കും സുഖമായിട്ടിടാം. വിത്ത് ലൈനിങ് ആണോ? ലൈനിങ് ഇല്ല. 999. ശരിയാ, ലൈനിങ് ഉള്ളതിന് 1100 വരാറുള്ളൂ. അടിപൊളി ഷോളാട്ടോ. അതേ കാന്താ വർക്ക് പോലെയൊക്കെ ഷോള് ഫുൾ വർക്കാട്ടോ. നിറച്ച് വർക്കുണ്ട്. നല്ലൊരു ബ്ലൂ അല്ലേ. എനിക്ക് ഈ ബ്ലൂ എന്നെ ബ്ലൂ കാരി എന്നൊക്കെ ചിലർ വിളിക്കണം. എപ്പോഴും ബ്ലൂ ഇടുമെന്നും പറഞ്ഞു. ഒരു മജന്ത എടുത്ത് വെച്ചിട്ടുണ്ട്, തയ്ച്ചില്ല. നിങ്ങൾ പേടിച്ചു പോകുമെന്നറിയാൻ വെറൈറ്റി വേണ്ടി കളറാ. അയ്യോ കളർ മാറ്റണം. അല്ല, തയ്ച്ച് കഴിഞ്ഞിട്ടിട്ട് ഭയങ്കര കളറാക്കി തയ്ച്ചാലും ഡൈ ചെയ്യാൻ പറ്റൂല. ഓരോ സമയത്ത് നമുക്കിടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. സൂപ്പറല്ലേ.
ആഷ് ആഷ് കളറ്, ഇനി ഒരു ടിഷ്യൂവിൻ്റെ സാധനം വന്നിട്ട് നല്ല സൂപ്പർ ടിഷ്യൂവിൻ്റെയാണ്. ഷോൾ ഗഡ്വാ ഷോളും ആട്ടോ. കന്നഡയിലാട്ടി ആ സൂചിച്ച് പറഞ്ഞായിട്ട് നിങ്ങൾക്ക് ചിരി വന്നതാണ്. ഇത് 599 ഉള്ളേ. എന്നും ചുരിദാർ ഒരെണ്ണം വില കുറഞ്ഞ ഇടണല്ലേ. ടിഷ്യൂവിൻ്റെയാണ്. ഈ ഓണത്തിനൊക്കെ ഇടാൻ നല്ല സംഭവം ആട്ടോ. ഇപ്പം ടിഷ്യൂ ആണ് ഈ വർഷം ഓണം ടിഷ്യൂവിലാണെന്നാണ് പറയണത്. ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാട്ടോ. 599 നല്ല സെറ്റുവാണ്. എല്ലാവരും ഇങ്ങനെ കച്ചവടക്കാരൊക്കെ പറയണേ ഈ വർഷം ടിഷ്യൂ വർഷമായിരിക്കും ഓണം. ടിഷ്യൂ കാഞ്ചീപുരം, ടിഷ്യൂ ബനാറസ്, അങ്ങനെ മൊത്തം. എനിക്ക് ടിഷ്യൂ വലിയ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ ബനാറസ് ചുരിദാർ ടിഷ്യൂവിൻ്റെ എടുത്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഞാനെന്നിട്ടപ്പോൾ എനിക്കല്ലെങ്കിൽ ഇച്ചിരി ബുമ്മ് ഇഷ്ടമാണ്. അപ്പോൾ 599 രൂപയുള്ളൂ കേട്ടോ. ഈ തുണിയിൽ ഫുൾ എംബ്രോയ്ഡറി ഇല്ലേ, നല്ലതാണ്. പ്രസൻറ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ഗഡ്വാ ഷോളുമാണ്. കഴുകുകയും പിടിക്കുകയും ഒക്കെ ചെയ്യാം. പിള്ളേർക്ക് റഫായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. 599 രൂപയല്ലേ ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ കേട്ടോ. വെബ്സൈറ്റിൽ കൂടെ എടുക്കാൻ എളുപ്പമല്ലേ. അല്ലെങ്കിൽ എന്നെ പോലെയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് 4 വാട്സപ്പ് നമ്പറുണ്ട്, ഏതെങ്കിലും വാട്സപ്പ് നമ്പറിൽ ഇടുക. നിങ്ങൾക്ക് പരിചയക്കാരാണെന്നറിയാം, ആദ്യമായിട്ട് കാണുന്നവരോടാട്ടോ പറയണേ. എന്നിട്ട് ആ പിള്ളേരെ കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പ് കോൾ വിളിക്കുക. 10 മണി മുതൽ 6 മണി വരെ കാണുമേ. പെട്ടെന്ന് എടുത്തോ. ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേന് ആ സാധനം കൊണ്ട് ആരെങ്കിലും പോകും. ലോകമെമ്പാടും വീഡിയോ കാണുന്നുണ്ടല്ലോ യേശുവിൻ്റെ കൃപയാൽ. മറു ഇത് എനിക്കും അങ്ങനെ അബദ്ധം പറ്റും. ഞാനും ഒരു സെറ്റൊക്കെ കാണുമ്പോൾ ഇതെടുക്കണോ വില ആലോചിച്ചിരിക്കുമ്പോഴത്തേന് അതുകൊണ്ട് ആരെങ്കിലും പോകും. പിന്നെ റീസ്റ്റോക്കൊക്കെ കിട്ടിയാൽ കിട്ടി. 599 രൂപയുള്ളൂ കേട്ടോ. വേഗം എടുത്തോട്ടോ. ലൈനിങ്ങാണ്. നല്ല കളർ ചാർട്ടുകളല്ലേ. അടിപൊളി സെറ്റുകൾ 599. നല്ല നല്ല സെറ്റുകളാണ്. ഓണക്കോടികളാട്ടോ ഇതൊക്കെ. ഏറ്റവും ആദ്യമായിരിക്കും കേട്ടോ ഓണം പർച്ചേസിങ്. ഞാൻ എല്ലാ വർഷവും പറയാറുണ്ട്, ഓണം എപ്പോഴും ജൂൺ മുതൽ ഓണത്തിൻ്റെ കെട്ടുവന്ന് തുടങ്ങും. അവസാനം ആകുമ്പോഴത്തേനും എല്ലാം തിരുവായി പോകും. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എടുത്തോ. അപ്പോൾ ഈ വീഡിയോ ഷെയർ ഒന്നും ഇപ്പോൾ കണ്ടില്ലേ, ഉപേക്ഷിച്ചിട്ട് പോലെ ഇങ്ങനെ ഒന്ന് കുത്തിക്കേ. ഷെയർ, ലൈക്ക്, ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാവോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാശൊന്നും കിട്ടിയിട്ടില്ല. പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്താലും മതി. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. ചുമ്മാ ഇരുന്ന് കാണുന്ന ഇടയ്ക്ക് സ്വർണവും തുണിയും എല്ലാത്തിനെ പറ്റി ഒരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പം സ്വർണ്ണമൊക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നിയാലോ, ഒരു നിക്ഷേപമായിട്ടിരിക്കട്ടെ. സ്വർണം മേടിച്ച് നശിക്കുകയൊന്നുമില്ല കേട്ടോ. വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഒരു സങ്കടപ്പെടേണ്ടേ വരില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.